കാസർഗോഡ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നടപടികൾ തുടങ്ങി. ചെക്ക് പോസ്റ്റിൽ സ്ഥിരം പോലീസ് എയ്ഡ്സ് പോസ്റ്റ് സ്ഥാപിക്കാനും വാഹനങ്ങൾ മറ്റൊരിടത്ത് പാർക്ക് ചെയ്യിക്കാനുമാണ് അധികൃതരുടെ തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം ചെക്ക് പോസ്റ്റിന് നേരെയുണ്ടായ ജനകീയ ആക്രമണത്തിൽ കണ്ടാലറിയാവുന്ന 250ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം വാഹനാപകടങ്ങളിൽ ഇവിടെ പൊലിഞ്ഞത് 26 ജീവനുകളാണ്. ഒരു കുടുംബത്തിലെ തന്നെ 3 പേർ മരണപ്പെട്ട സംഭവവും ഇവിടെ അരങ്ങേറി. കണ്ണൂർ മംഗലാപുരം ദേശീയപാതയിലെ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന് ഇരുവശവുമായി വാണിജ്യ നികുതി, എക്സൈസ് ചെക്ക് പോസ്റ്റുകളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ നിർത്തിയിടുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇക്കാരണം കൊണ്ട് മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും നേരിടേണ്ടി വരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിച്ചത്. ചെക്ക് പോസ്റ്റിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സമീപത്തുള്ള 6 ഏക്കർ സർക്കാർ ഭൂമി ഉപയോഗപ്പെടുത്തും. സ്ഥിരമായ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാനും തീരുമാനമായി. ഇതിനിടയിൽ വിദ്യാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് വാണിജ്യ നികുതി ഓഫീസും എക്സൈസ് പിക്കറ്റ് പോസ്റ്റും തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 250ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രതികൂല സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന ആരോപണവുമായി ജീവനക്കാരുടെ അസോസിയേഷനും രംഗത്ത് വന്നു. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, കാസർഗോഡ്.